good morning. അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലോ. നമ്മുടെ ഗോതമ്പുട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഗോതമ്പുട്ടിന് എന്താണ് ഇത്ര പ്രത്യേകത, ഗോതമ്പുട്ടിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളത്. ഇത് നമ്മൾ വെള്ളം ചേർത്ത് നനയ്ക്കാതെ നമ്മുടെ ഏത്തപ്പഴം ചേർത്തിട്ടുള്ള ഗോതമ്പുട്ടാണ്. അപ്പോൾ ഏത്തപ്പഴം കാണാനില്ലല്ലോ എന്നുള്ള വിചാരവും വേണ്ട. ഏത്തപ്പഴം നമ്മൾ മിക്സിയിൽ അടിച്ച് ചേർത്തിട്ട് ഒക്കെയാണ് ഈ ഒരു ഗോതമ്പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണണ്ടേ? അപ്പോൾ നമ്മുടെ വീഡിയോ കാണാം. നമുക്ക് ഏത്തപ്പഴം ചേർത്ത ഗോതമ്പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തൊലി കറുത്തു തുടങ്ങിയ ഏത്തപ്പഴം എടുക്കരുത്. ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തൊലി കറുത്തു തുടങ്ങിയ ഏത്തപ്പഴം എടുക്കുക. നന്നായിട്ട് പഴുത്തു തുടങ്ങിയ ഏത്തപ്പഴമാണെങ്കിൽ നമുക്കത് പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ ഗോതമ്പൊടിയുടെ അളവും പഴത്തിൻ്റെ അളവും എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച് വ്യത്യാസം വരുത്തുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലിപ്പോൾ 4 പേരാണുള്ളതെങ്കിൽ അതിനനുസരിച്ച് വ്യത്യാസം വരുത്തുക. 2 പേരാണുള്ളതെങ്കിൽ അതനുസരിച്ച് വ്യത്യാസം വരുത്തുക. പിന്നെ തേങ്ങയുടെ അളവ് പലർക്കും പല അളവായിരിക്കും. നിങ്ങൾ ഇടയ്ക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്ന ആളുകളാണെങ്കിൽ തേങ്ങ കുറവും മതി. ഗോതമ്പൊടിയിലേക്ക് തേങ്ങ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇടയ്ക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തേങ്ങ കൂടുതൽ വേണ്ടി വരും. അതൊക്കെ അത് നമ്മുടെ തേങ്ങ ഇടുന്ന രീതി അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഗോതമ്പൊടി നമ്മൾ എടുക്കുന്ന ബ്രാൻഡ് അനുസരിച്ച് പഴത്തിൻ്റെ അളവ് ചേർക്കുന്നത് വ്യത്യാസം വരും. ഞാനിപ്പോൾ ഈ ഒരു 1.5 കപ്പ് ഗോതമ്പൊടിയിലേക്ക് ഈ ഒരു പഴം മുഴുവനെ ചേർക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന ഗോതമ്പൊടിയുടെ ബ്രാൻഡ് അനുസരിച്ച് ചിലപ്പോൾ ഒരു 3/4 പഴം മതിയാവും. ചിലപ്പോൾ ഒരു പഴത്തിൻ്റെ കൂടെ ഒരു 1/4 പഴവും കൂടി ചേർക്കേണ്ടി വരും. അതൊക്കെ നമ്മുടെ ഗോതമ്പൊടി അനുസരിച്ച് വ്യത്യാസം വരും. ഞാനിപ്പോൾ നനയ്ക്കുമ്പോൾ അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഗോതമ്പൊടിയുടെ പകുതി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ നമ്മുടെ പഴത്തിൻ്റെ പകുതിയും മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. വറുത്ത ഗോതമ്പൊടി എന്നല്ല, സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ഗോതമ്പൊടി തന്നെയാണ്. നമ്മളിപ്പോൾ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. വലിയ ജാർ തന്നെ എടുക്കുമ്പോഴാണ് നമുക്ക് കറക്കി എടുക്കാൻ എളുപ്പമുണ്ടാവുക. ഇതിലേക്ക് ഞാനിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഗോതമ്പൊടിയുടെ പകുതി ചേർക്കുന്നുണ്ട്. ഒരു 3/4 കപ്പ്. ഞാൻ 240 ml കപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3/4 കപ്പ് ഗോതമ്പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് കറക്കിയെടുക്കാൻ എളുപ്പത്തിനാണ് ഇതുപോലെ പകുതി ചേർക്കുന്നത്. പിന്നെ നമ്മുടെ ജാറ് ഒട്ടും നനവില്ലാത്ത ജാറായിരിക്കണം. നനവുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കുമ്പോൾ വേഗം തന്നെ പഴം മിക്സായി കിട്ടും. പകുതി മതി. പകുതി നമുക്ക് അടുത്ത ഹാഫിൽ മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഈ പഴം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നനവ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും പഴം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ സാധാരണ പുട്ടുപൊടിയിൽ ചേർക്കുന്ന പോലെ ഈ ഒരു ഹാഫ് ഭാഗത്തിന് ചേർക്കാൻ ആവശ്യമായ ഉപ്പ്, ഇത്രയും പൊടിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറൊന്ന് കറക്കിയെടുക്കാം. ഒരുപാട് സമയം കറക്കിയെടുക്കണ്ട, ജസ്റ്റ് 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ പിടിച്ച് നോക്കാം നനവ് കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന്. അതിനുശേഷം നനവ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കറക്കിയെടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് കറക്കിയെടുത്തിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ പഴവും പൊടിയും എല്ലാം ചേർന്ന് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഞാൻ കറക്കിയെടുത്ത ടൈം നിങ്ങൾ സൗണ്ട് കേട്ടിട്ടുണ്ടാവും. ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ പിടിക്കുമ്പോൾ ഇതുപോലെ ആയി വരണം. ഇതാണ് നമ്മുടെ നനവിൻ്റെ ഭാഗം. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ കറക്കിയെടുക്കാം. കണ്ടോ, വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കുക. ഇതിലിപ്പോൾ വലിയ കട്ടകളൊന്നുമില്ല, കറക്റ്റായിട്ട് നനഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം. ബാക്കി പൊടിയും മിക്സിയിലേക്ക് മാറ്റുക. അതുപോലെ തന്നെ നമ്മുടെ പഴം കട്ട് ചെയ്ത് ചേർക്കുക. നമ്മളിപ്പോൾ ആദ്യം ചെയ്ത അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് മുഴുവൻ പൊടിച്ച് ഇതുപോലെ റെഡിയാക്കി എടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ പൊടി മുഴുവൻ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഉപ്പ് ചെക്ക് ചെയ്തോളൂ. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് പുട്ടുണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ ഉപ്പിൻ്റെ അളവൊക്കെ അറിയാൻ പറ്റും. ഞാനിപ്പോൾ ഉപ്പൊന്നും ചെക്ക് ചെയ്യുന്നില്ല, ഉപ്പ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്തിട്ടും പുട്ടുണ്ടാക്കാം, തേങ്ങ ചേർക്കാതെയും പുട്ടുണ്ടാക്കാം. തേങ്ങ ചേർത്തിട്ട് പുട്ടുണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഗോതമ്പ് പുട്ട് എപ്പോഴും ഉണ്ടാക്കിയാലും അരിപ്പുട്ട് എപ്പോഴും ഉണ്ടാക്കിയാലും കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പുട്ടുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും തേങ്ങ ചേർത്തിട്ട് തന്നെ പുട്ടുണ്ടാക്കി നോക്കൂ. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം തേങ്ങയൊന്നും വേണ്ട, കുറച്ച് തേങ്ങ മതി. ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഗോതമ്പൂട്ടിനെ വെറുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഗോതമ്പൂട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തേങ്ങ ചേർക്കാതെയാണ് ഈ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ
കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല, കഴിക്കാൻ ഒരു ടേസ്റ്റ് ഇല്ല, ഹാർഡാണ് ഗോതമ്പുട്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. ഗോതമ്പുട്ട് എങ്ങനെ കഴിക്കാനാണെന്നുള്ളതാണ് പലരുടെയും പരാതി വരാറുള്ളത്, പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ തേങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റോട് കൂടി ഗോതമ്പുട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഗോതമ്പുട്ടിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടിയും ചേർത്ത് മിക്സ് ചെയ്തു. ഇനി നമുക്ക് പുട്ടിൻ്റെ വെള്ളം വയ്ക്കാം. പുട്ടുകൂടത്തിൽ നിങ്ങൾ കുക്കറിലാണ് വയ്ക്കുന്നതെങ്കിൽ കുക്കറിൽ വെള്ളം വെച്ചിട്ട് പുട്ടുകൂടത്തിലേക്ക് പുട്ടുപൊടി ഫില്ല് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പുട്ടുകൂടത്തിൽ വെള്ളം വെച്ചിട്ട് പുട്ടുപൊടി ഫില്ല് ചെയ്തെടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനപ്പോൾ പുട്ടുകൂടത്തിൽ വെള്ളം വയ്ക്കട്ടെ, അതിനുശേഷം നമുക്ക് പുട്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ പുട്ട് ഫില്ല് ചെയ്യാനായിട്ട് പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. ഇത് ചിരട്ടപ്പുട്ടായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു പുട്ടുകുറ്റിയിലേക്ക് നമുക്ക് ഫില്ല് ചെയ്തിട്ട് അങ്ങനെയും ഉണ്ടാക്കാം. അതാണ് കൂടുതൽ എനിക്കിഷ്ടം. പക്ഷേ രാജീവേട്ടന് ചിരട്ടപ്പുട്ട് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ പുട്ടിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾ പുട്ടുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നല്ലൊരു ടേസ്റ്റ് അല്ലേ പഴം മിക്സ് ചെയ്ത പുട്ടെന്ന് പറയുമ്പോൾ. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമ്മൾ നനച്ചെടുത്തിട്ട് ഇതുപോലെ പഴം മിക്സ് ചെയ്ത് നമുക്ക് പുട്ടുണ്ടാക്കാം. ഈ സെയിം ഗോതമ്പുട്ട് തന്നെ നമുക്ക് പഴം അരിഞ്ഞിട്ടിട്ട് പുട്ടുണ്ടാക്കാം. അതിൻ്റെ റെസിപ്പി വേറെയാണ്, നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അത് വേറൊരു ദിവസം ചെയ്യാം. എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഏത്തപ്പഴവും ഗോതമ്പ് പൊടിയും. അപ്പോൾ എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പികളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ അത്യാവശ്യം കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് തേങ്ങ ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. തേങ്ങ ചേർത്തിട്ട് ഈ ഒരു പുട്ട് കഴിക്കുമ്പോൾ നമുക്കിനി എക്സ്ട്രാ പഴമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. പഴം നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടാണ് പൊടി നനച്ചെടുത്തിരിക്കുന്നത്. പിന്നെ വെള്ളം തളിച്ച് നനയ്ക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഈ ഒരു പഴത്തിൻ്റെ നനവിൽ തന്നെ നമ്മുടെ പൊടി നന്നായിട്ട് നനഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ട് മുഴുവൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു പുട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പുട്ടിന് ആവി വരുമ്പോൾ ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മൾ എടുക്കുമല്ലോ. ഈ ഒരു പുട്ട് എന്താണെന്ന് വെച്ചാൽ ആവി വരുമ്പോൾ അപ്പോൾ തന്നെ എടുക്കരുത്. ഒരു 2-2.5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണം. 2 മിനിറ്റ് മുതൽ 2.5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രം എടുക്കുക. എന്താണെന്ന് വെച്ചാൽ പഴം ചേർത്ത് നനച്ചതുകൊണ്ട് ഒന്ന് ആ പഴവും കൂടി കുക്കായി വരാനുള്ള ടൈം നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പുട്ടൊക്കെ ഫില്ല് ചെയ്ത് വെച്ചു. ഇനി പുട്ടുകൂടത്തിൻ്റെ മുകളിൽ വയ്ക്കേണ്ട അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. നന്നായിട്ട് ആവി വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അതിന് ശേഷം 2.5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ പുട്ടെടുക്കുക. ഒരു 1/2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം പുട്ട് കുത്തുക. പുട്ട് പൊടിഞ്ഞു പോവുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതെന്താണെന്ന് വെച്ചാൽ ചില പുട്ട് പൊടിഞ്ഞു പോവും, ചില പുട്ട് പൊടിഞ്ഞു പോവില്ല. അതൊക്കെ നമ്മുടെ ലെക്കായിരിക്കും. ചില ദിവസങ്ങളിൽ പുട്ട് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, ചില ദിവസങ്ങളിൽ പുട്ട് പൊടിഞ്ഞു പോകാൻ സാധ്യതയില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ലെക്കനുസരിച്ചിരിക്കും. ഇനിയിപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ തിള വന്നു കഴിയുമ്പോൾ പുട്ടുകൂടത്തിൻ്റെ മുകളിലേക്ക് വെക്കട്ടെ. വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അധികം സമയം നിൽക്കേണ്ടി വരില്ല. വെള്ളം തിളയ്ക്കുന്നതിന് മുന്നേ വെക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചധികം സമയം കാത്തു നിൽക്കേണ്ടി വരും. അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും പുട്ട് വേവിച്ചെടുത്തിട്ട് കാണാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പുട്ട് കുക്കായി കഴിഞ്ഞു. ഇനി നമുക്ക് പുട്ടൊന്ന് കുത്തിയെടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഗോതമ്പ് പഴം പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള പുട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 2 കുറ്റി പുട്ട് ഉണ്ടാക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. എൻ്റെ പുട്ടുകുറ്റിയുടെ അളവിലുള്ള ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ 2 കുറ്റി പുട്ട് ഉണ്ടാക്കാനേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കാം കേട്ടോ. വളരെ ഈസി അല്ലേ, അധികം സമയം എടുക്കില്ലല്ലോ. നമ്മൾ വെള്ളം ചേർത്ത് നനച്ച് പുട്ടുണ്ടാക്കുന്ന അത്രയും സമയം പോലും എടുക്കില്ല നമ്മൾ ഇതുപോലെ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും വീട്ടിൽ ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കിക്കോളൂ. ഈ ഗോതമ്പ് പൊടിയും പഴവും ചേർത്തിട്ടുള്ള പുട്ട് ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ പിന്നെ വേറെ കറി ഉണ്ടാക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റിന്. അതുപോലെ തന്നെ പഴം എല്ലാവരും കുഴച്ച് ബുദ്ധിമുട്ടേണ്ട. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.